ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് 6 ആഴ്ച കൂടി സമയം അനുവദിച്ച് ഹൈക്കോടതി. കേസ് ഈ മാസം 19-ന് വീണ്ടും പരിഗണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും ഈ മാസം 12-നകം തെരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് സമർപ്പിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തീരസംരക്ഷണ സേനയുടെ മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്ര പ്രതാപ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഗോവയിൽ കമ്മീഷൻ ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ തീപിടുത്തം റെയിൽ വൈദ്യുതി ലൈനുകളിൽ നിന്നല്ലെന്ന് പ്രാഥമിക നിഗമനം. വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ. മകരവിളക്കിന് ദിവസങ്ങൾ ശേഷിക്കെ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് 2ാം പതിപ്പിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് 6 ആഴ്ച കൂടി സമയം അനുവദിച്ച് ഹൈക്കോടതി. കേസിന്റെ പ്രാധാന്യം പരിഗണിച്ച് അടച്ചിട്ട കോടതിയിലാണ് ഇന്നും കേസ് പരിഗണിച്ചത്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു. കേസ് ഈ മാസം 19-ന് വീണ്ടും പരിഗണിക്കും. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന N. വാസു വീണ്ടും റിമാൻഡിൽ. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ വാസുവിനെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും ഈ മാസം 12-നകം തെരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് സമർപ്പിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പത്രികാ സമർപ്പണം മുതൽ വോട്ടെണ്ണൽ വരെ നടത്തിയ ചെലവ് കണക്കാണ് അതത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് സമർപ്പിക്കേണ്ടത്. നിശ്ചിത സമയത്തിനകം കണക്ക് സമർപ്പിക്കാത്തവരെ അംഗമായി തുടരുന്നതിനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും അയോഗ്യരാക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ വാർഡുകളിൽ ഈ മാസം 12-ന് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ ജനുവരി 13-ന് നടക്കും. മലപ്പുറം പായിമ്പാടം, എറണാകുളം ഓണക്കൂർ, തിരുവനന്തപുരം വിഴിഞ്ഞം എന്നീ വാർഡുകളിലാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. വെങ്ങാനൂർ സ്വദേശിയായ 59-കാരനാണ് മരിച്ചത്. കഴിഞ്ഞ 4 ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്ന് മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. ദേശീയപാത 766-ന്റെ ഭാഗമായ താമരശ്ശേരി ചുരത്തിലെ 6, 7, 8 വളവുകളിൽ മുറിച്ചിട്ട മരങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റുന്നതിനും അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. മൾട്ടി ആക്സിൽ വാഹനങ്ങളും ഭാരവാഹനങ്ങളും നാടുകാണി ചുരം വഴിയോ കുറ്റ്യാടി ചുരം വഴിയോ തിരിച്ചുവിടും. ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് യാത്രാവാഹനങ്ങൾ രാവിലെ 8 മണിക്ക് മുൻപും വൈകുന്നേരം 6 മണിക്ക് ശേഷവുമായി ക്രമീകരിക്കണം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ഇരുചക്ര വാഹന പാർക്കിംഗ് സ്ഥലത്തുണ്ടായ തീപിടുത്തം റെയിൽ വൈദ്യുതി ലൈനുകളിൽ നിന്നോ റെയിൽവേയുടെ മറ്റ് വൈദ്യുതി സംവിധാനങ്ങളിൽ നിന്നോ അല്ലെന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കി. പാർക്ക് ചെയ്ത ഇരുചക്ര വാഹനങ്ങളിൽ ഒന്നിൽ നിന്ന് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ റെയിൽവേ വകുപ്പുതല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. മകരവിളക്കിന് ദിവസങ്ങൾ ശേഷിക്കെ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. വിവിധ വകുപ്പുകൾ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീജി S. ശ്രീധർ. 5 മണിക്കൂറിലധികം ക്യൂ നിന്നാണ് ഭക്തർ ദർശനം നടത്തി മടങ്ങുന്നത്. ശരംകുത്തി മുതൽ സോപാനത്തിനടുത്തുവരെ തീർത്ഥാടകരുടെ വലിയ നിര കാണാനാകും. വലിയ നടപ്പന്തൽ നിറഞ്ഞ് ഭക്തർ ദർശനത്തിനായി കാത്തുനിൽക്കുന്നുണ്ട്. മകരവിളക്കടുക്കുന്നതോടെ തിരക്കിനിയും വർദ്ധിക്കുമെന്നതിനാലും ഈ മാസം 10-നു ശേഷം എത്തുന്ന തീർത്ഥാടകരിലേറെയും മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും തമ്പടിക്കുമെന്നതിനാലും പോലീസും കേന്ദ്രസേനയും ദേവസ്വം ബോർഡും വിവിധ സർക്കാർ വകുപ്പുകളും തിരക്ക് നിയന്ത്രണത്തിനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. 29ാമത് ദേശീയ യുവോത്സവത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ 60 പേർ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. ഈ മാസം 9 മുതൽ 12 വരെയാണ് പരിപാടി. സംഘം നാളെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കും. ദേശീയ യുവജന ദിനമായ ജനുവരി 12-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവതീ യുവാക്കളെ അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ തീരസംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് ആദ്യമായി നിർമ്മിച്ച മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്ര പ്രതാപ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഗോവയിൽ കമ്മീഷൻ ചെയ്തു. 114.5 മീറ്റർ നീളമുള്ള കപ്പലിന്റെ 60%-ലധികം ഭാഗവും തദ്ദേശീയമായി നിർമ്മിച്ചവയാണ്. 4200 ടൺ ഭാരമുള്ള കപ്പലിന് 6000 നോട്ടിക്കൽ മൈൽ സഞ്ചരിക്കാൻ കഴിയും. അബുദാബിയിലുണ്ടായ വാഹനാപകടത്തിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 4 മലയാളികൾ മരിച്ചു. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി അബ്ദുൽ ലത്തീഫിന്റെ 3 മക്കളും കൂടെ യാത്ര ചെയ്തിരുന്ന വീട്ടുജോലിക്കാരിയുമാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ എടുക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in, prasarbharati.gov.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. കേരളം ഉൾപ്പെടെ 4 കയർ പരിശീലന കേന്ദ്രങ്ങളിൽ അപേക്ഷ ക്ഷണിച്ച് കയർ ബോർഡ്. 6 മാസ സർട്ടിഫിക്കറ്റ് കോഴ്സിനും 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സിനുമാണ് അപേക്ഷ ക്ഷണിച്ചത്. കേരളത്തിൽ ആലപ്പുഴയിലെ കലവൂരിലുള്ള കയർ പരിശീലന കേന്ദ്രത്തിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 10. തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലന കാലയളവിൽ പ്രതിമാസം 3000 രൂപ സ്റ്റൈഫൻഡ് ലഭിക്കും. രാജ്യാന്തര ശ്രദ്ധ ആകർഷിച്ച കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പിന് മറ്റന്നാൾ തുടക്കമാകും. നിയമസഭയിലെ ആർ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഫെസ്റ്റിവൽ ഓഫീസ് മന്ത്രി വി ശിവൻകുട്ടി നാളെ ഉദ്ഘാടനം ചെയ്യും. 180 പ്രസാധകർ പങ്കെടുക്കുന്ന പുസ്തകോത്സവത്തിൽ 300 സ്റ്റാളുകളാണ് ഉള്ളത്. പുസ്തക പ്രകാശനം, ചർച്ചകൾ, സംവാദങ്ങൾ, എഴുത്തുകാരുമായുള്ള അഭിമുഖ സംഭാഷണങ്ങൾ തുടങ്ങി നിരവധി പരിപാടികൾ 6 വേദികളിലായി നടക്കും. ഈ മാസം 13 വരെ നടക്കുന്ന മേളയിൽ ദൃശ്യമാധ്യമങ്ങളുടെ മെഗാ ഷോയും ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് ചാരിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് മേള കാണാൻ എത്തിയത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലി മുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. മേളയുടെ ഭാഗമായി ഇന്നലെ നടന്ന ആദരസന്ധ്യ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലം പുതിയ തൊഴിൽ എന്ന വിഷയത്തിൽ സെമിനാറും കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. വേദിയിൽ പുനർജനി നാടൻ പാട്ടുകൾ, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ആർ ചന്ദ്രൻ അവതരിപ്പിക്കുന്ന ഏക കഥാപാത്ര നാടകം എന്നിവ അവതരിപ്പിക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രാമീണ വനിതാ സംരംഭകരുടെ 250 പ്രദർശന വിപണന സ്റ്റാളുകളാണ് സരസ് മേളയുടെ പ്രധാന ആകർഷണം. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ 2ാം പതിപ്പിന് ദിയുവിലെ ഖോഗ്ല ബീച്ചിൽ തുടക്കമായി. കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര ആൻഡ് നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയുവിൽ നടക്കുന്ന ഗെയിംസിൽ 2100-ലധികം അത്ലറ്റുകൾ പങ്കെടുക്കും. ജനുവരി 10 ഗെയിംസ് സമാപിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ദക്ഷിണാഫ്രിക്കയിലെ ബെനോണിയിലാണ് മത്സരം. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. നടൻ കണ്ണൻ പട്ടാമ്പി അന്തരിച്ചു. 61 വയസ്സായിരുന്നു. പുലിമുരുകൻ, വെട്ടം, കിളിച്ചുണ്ടൻ മാമ്പഴം, മിഷൻ 90 ഡേയ്സ്, കുരുക്ഷേത്ര, ബ്ലാക്ക്, 12th മാൻ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് പാലക്കാട് ഞാങ്ങാട്ടിരിയിലെ വീട്ടുവളപ്പിൽ നടക്കും. സംവിധായകനും നടനുമായ മേജർ രവിയുടെ സഹോദരനാണ്. മുൻഷി പരമ്പരയിലൂടെ പ്രശസ്തനായ തിരുമല സ്വദേശി മുൻഷി ഹരി എന്നറിയപ്പെട്ട ഹരീന്ദ്രൻ നായർ അന്തരിച്ചു. രാഷ്ട്രപതിയുടെ അവാർഡ് ഉൾപ്പെടെ കരസ്ഥമാക്കിയ ഹരി തിരുവനന്തപുരത്തെ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് ഇന്ന് മുതൽ അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഔദ്യോഗിക വെബ്സൈറ്റായ cee.kerala.gov.in കീം 2026 ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്കിലൂടെ ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം. ലോകവേദിയിൽ കളരിപ്പയറ്റിനെ ഉയർത്തിക്കാട്ടുന്നതിൽ നിർണായക പങ്കുവഹിച്ച നടക്കാവ് CVN കളരിയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന വീരസ്മൃതി പരിപാടി ഈ മാസം 10-ന് കോഴിക്കോട് ബീച്ചിൽ നടക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം വെള്ളായണി ജലശുദ്ധീകരണശാലയിൽ അടിയന്തര ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ നാളെ രാവിലെ 6 മണി മുതൽ മറ്റന്നാൾ രാവിലെ 6 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. തിരുവല്ലം, വെള്ളാർ, പുഞ്ചക്കരി, പൂങ്കുളം, ഹാർബർ, വിഴിഞ്ഞം, കോട്ടപ്പുറം എന്നീ കോർപ്പറേഷൻ വാർഡുകളിലും കല്ലിയൂർ, വെങ്ങാനൂർ, പള്ളിച്ചൽ പഞ്ചായത്തുകളിലും സമീപ പ്രദേശങ്ങളിലുമാണ് ജലവിതരണം മുടങ്ങുക. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് 6 ആഴ്ച കൂടി സമയം അനുവദിച്ച് ഹൈക്കോടതി. കേസ് ഈ മാസം 19-ന് വീണ്ടും പരിഗണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും ഈ മാസം 12-നകം തെരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് സമർപ്പിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തീരസംരക്ഷണ സേനയുടെ മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രതാപ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഗോവയിൽ കമ്മീഷൻ ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ തീപിടുത്തം റെയിൽ വൈദ്യുതി ലൈനുകളിൽ നിന്ന് അല്ലെന്ന് പ്രാഥമിക നിഗമനം. വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ. മകരവിളക്കിന് ദിവസങ്ങൾ ശേഷിക്കെ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് 2ാം പതിപ്പിന് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.